ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കൂടെ നിൽക്കണ്ടേ? എനിക്കറിയില്ല സാർ അതിനെങ്ങനെ ഉത്തരം പറയാന്നുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിനകത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 2 കല്യാണം കഴിച്ചത്? അത് സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ. ഐഷ മുഹമ്മദ്, അലി അബ്ദുൾ, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങ് ചാവക്കാടാണ് സ്വദേശം. കഴിഞ്ഞ 5 വർഷമായിട്ട് രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് ഈ ഐഷ മുഹമ്മദ്, ഈ അലി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ സമരത്തിലാണ്. എന്തിനാണ് അവരുടെ സമരമെന്നല്ലേ? അവർക്ക് നീതി ലഭിക്കണം. #for ഡോക്ടർ ഐഷ മുഹമ്മദ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക. കാരണം അവർക്ക് നീതി ലഭിക്കണം. മുസ്ലിം സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഈ 4-5 വിവാഹമൊക്കെ കഴിക്കുന്നതിൽ ഇന്നും നിങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ നിങ്ങൾ പറയുക, മുസ്ലിം പുരുഷന്മാരും പറയുക, ഈ 2, 3, 4 ഒക്കെ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കല്യാണം കഴിച്ച് തന്നെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് 3, 4 അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്താണെങ്കിലും ആ ഡോക്ടർക്ക് അവർക്ക് നീതി കിട്ടണം. എന്തിനാന്നല്ലേ? ഒരു സുന്ദരനായ ഡോക്ടർ കല്യാണം കഴിച്ചു, നല്ല സ്വർണവും പണവും ഒക്കെ മേടിച്ച്, ലാസ്റ്റ് ആ സ്വർണവും പണമൊന്നും അവന് കൊടുക്കാനും വയ്യ സ്ത്രീക്ക് തിരിച്ച്. അവരെ വേണ്ട ജീവിതത്തിൽ. അല്ല, അവർക്കും ഇപ്പം അവനെ വേണ്ട. കാരണം കുറച്ച് കാലങ്ങളായിട്ട് അവൻ വേറെ ഒരാളുമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലേഡിക്കും ആ ഡോക്ടർക്കും ഇനി ഇവനെ വേണ്ട, ഈ ഒരു സുന്ദരനായ ഡോക്ടറെ വേണ്ട. മനസ്സിലായോ? പക്ഷേ അവർക്കൊരു കുട്ടിയുണ്ട്. ഈ പുന്നാര മകനിൽ ഉണ്ടായ ഒരു കുട്ടി. ആ കുട്ടിക്ക് വേണ്ടേ ഒരു ജീവിതം? അതിന് അവർ കൊടുത്ത 100-150 പവൻ 2013 കല്യാണം കഴിക്കുമ്പോൾ കൊടുത്തതാ. ആ സ്വർണമെങ്കിലും ഈ മോൻ ഡോക്ടറിന് കൊടുക്കാലോ. സുന്ദര കില്ലാടിയായിട്ടുള്ള അവന് അതൊന്നും കൊടുക്കാൻ വയ്യ. എന്തിന്? ഡിവോഴ്സ് പോലും അവന് കൊടുക്കാൻ വയ്യ. കാരണം ഡിവോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ മേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഡിവോഴ്സ് കൊടുക്കാതെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ പറയണം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോകളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഡോക്ടർക്ക് നീതി കിട്ടണ്ടേ? ഇവരെ പോലെ നരകിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. 10-12 ദിവസമായി ആ ഡോക്ടർ അലിയുടെ വീടിന് ഫ്രണ്ടിൽ അവർ സമരം ചെയ്യുന്നു. ഒരാളും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. കഷ്ടമുണ്ട്. എന്താണെങ്കിലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അവർ പറയുന്നതിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കഴയൂർ മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുക, അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാക്കോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പം അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എന്നെ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. കോടതിയിൽ നിന്ന് ഉത്തരവും മേടിച്ചു അവർ. ഇവിടുത്തെ നിയമം സംരക്ഷിക്കുന്ന കോടതി അവിടുന്ന് ഉത്തരവ് മേടിച്ചു. എന്നിട്ടും അവർക്ക് സമാധാനത്തിൽ ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുന്നില്ല. എവിടെ ഇവിടുത്തെ പോലീസുകാർ? സീരിയസ്ലി മാൻ, എവിടെ ഇവിടുത്തെ പോലീസുകാരൊക്കെ? കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഇറക്കിയാൽ പോലീസുകാരല്ലേ ആ ഉത്തരവിനെ മാനിച്ചുകൊണ്ട് അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത്? അവരാ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അവിടുത്തെ കറണ്ടും വെല്ലവും കട്ട് ചെയ്തിട്ട് അവിടുന്ന് അബ്ദുൽ ലത്തീഫ് മോൻ അലി അബ്ദുൽ ലത്തീഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ അവനെ തൂക്കിയെടുത്തോണ്ട് വന്ന് ആ വീട്ടിലിട്ട്, എടാ മോനെ, കറണ്ട് ഇവിടെ എത്തണം, വെള്ളം ഇവിടെ എത്തണം എന്ന് പറയേണ്ടതല്ലേ സത്യം പറഞ്ഞാൽ പോലീസുകാർ? അതല്ലേ ചെയ്യേണ്ടത്?
ഒന്നുമില്ലെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം പേരുള്ള ഒരു ഡോക്ടറല്ലേ അവർ? ഇവർക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമുക്കൊക്കെ എന്തായിരിക്കും നാളെ അവസ്ഥ? എടാ മോനെ, നീ കല്യാണം കഴിച്ചോ? നിയമപരമായിട്ട് കല്യാണം കഴിക്കുക. നീ വേറൊരാളുടെ ഭർത്താവാണ്, അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്ക് വേറെ ആളെ കെട്ടാം. ഓക്കെ, മതപരമായിട്ട് എന്തൊക്കെയോ മറ്റേ തലാക്ക് ചൊല്ലുക, എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ, ഞാൻ ജനിച്ചു വളരുന്ന എൻ്റെ കേരളത്തിൽ ഇവിടെ ഒരു നിയമമുണ്ട് ഇല്ലേ? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നൊരു നിയമം. അങ്ങനെ പാടുള്ളൂ എന്നല്ലേ കുറേ കാര്യങ്ങൾ. നിയമത്തെ ബഹുമാനിച്ചു മാത്രമേ ഇവിടെ പലതും പാടുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെയുള്ള നാട്ടിൽ ഒരുത്തൻ കല്യാണം കഴിച്ച് ഭാര്യയും മോനും ഉണ്ട്, അവരെ ഡിവോഴ്സ് ചെയ്യാതെ വേറൊരു കല്യാണം, എന്നിട്ട് അവൻ സുഖമായിട്ട് ജീവിക്കുന്നു. ജീവിച്ചോ? നിൻ്റെ മുൻ ഭാര്യ എന്നല്ല, ഇപ്പോഴും ഭാര്യ തന്നെയാണ്, ആ ലേഡിക്ക് എന്തായാലും നിന്നെ വേണ്ട. പക്ഷേ ഡിവോഴ്സ് ചെയ്യ് പ്രോപ്പറായിട്ട്. അത് പറയാൻ കാരണം, ഡിവോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ നിന്ന് നീ മേടിച്ചെടുത്ത സാധനങ്ങളുണ്ടല്ലോ, സ്വർണവും പണമൊക്കെ തിരിച്ചു കൊടുക്കണം. ഒരു ഡോക്ടറല്ലേ, നാണമില്ലേ? അത്രയും നിന്നോട് ചോദിക്കാനുള്ളൂ. കൂടുതൽ നിന്നോട് ചോദിച്ചാൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വല്ലതൊക്കെ പറഞ്ഞു പോകും. നിന്നെപ്പോലുള്ള ആളുകൾ ഇത് കാണിക്കുമ്പോഴത്തേക്ക്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ്, അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം, ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിൽ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞാൽ എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് 2013. അതെ, 2013 100 പവൻ സ്വർണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. ഇപ്പം അതിൻ്റെ മതിപ്പ് എത്രയാ? ഇപ്പം അതിൻ്റെ മതിപ്പ് എത്രയാ? ഇന്ന് 1 പവൻ എങ്ങാണ്ട് 1 ലക്ഷത്തിന് മേളിലല്ലേ, 1.25 എങ്ങാണ്ട് വരും. ഇന്നതിൻ്റെ മൂല്യം എത്രയാ? എന്നിട്ട് അവനല്ലെന്ന് കുഴപ്പം, അവൻ്റെ വാപ്പയ്ക്കായിരുന്നു പ്രശ്നം. അവൾ വേണ്ട, അവളുടെ സ്വർണം മേടിച്ച് വീട്ടിൽ വെച്ച് അത് വെച്ച് പുട്ടടിക്കാൻ അവനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർ അലിയുടെ തന്തപ്പടിക്ക് അല്ലേ? അല്ല, ഇവനൊക്കെ ഇത്രയും മാന്യത കൊടുത്താൽ മതി, കൂടുതൽ മാന്യത പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. ഇതല്ല പറയേണ്ടത്, ഇതിൻ്റെ അപ്പുറമോ പറയേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. കാരണം ഫാമിലി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. അവർക്ക് സൗന്ദര്യമില്ല, പോരാ, കിട്ടിയതൊന്നും പോരാ. പോയി പണിയെടുത്ത് ഉണ്ടാക്കടാ, പോരെങ്കിൽ പോയി പണിയെടുത്തുണ്ടാക്ക്. ഒന്നും വേണ്ട, അവരൊരു ഡോക്ടറല്ലേ? അല്ലേ? നീയൊരു ഡോക്ടറല്ലേ? പൊന്നുമോനെ അലി, ഈ വീഡിയോയുടെ ഇടയ്ക്ക് അവൻ്റെ ഫോട്ടോ വന്നു പോയില്ലേ? അവനെക്കാട്ടിലും എന്താണെങ്കിലും ആ ചേച്ചി കൊള്ളാമെന്നാ എനിക്കതാ പറയാനുള്ളത്. 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ, മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട്, നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്കെ വേറെ കല്യാണം കഴിച്ചിട്ടിപ്പം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപറമ്പ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിൻ്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. ഇവർ എൻ്റെ മഹല്ല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്കത് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നഷ്ടക്കാരി ഞാനും എൻ്റെ മകളായി മാറിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റി. ഞാനും എൻ്റെ മകളും ഇതിനകത്ത് വിക്ടിംസായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, 10 ദിവസമായിട്ട് ഞാനിതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സമരത്തിൽ വേണം. ആരുമില്ല നമ്മൾ കേൾക്കാൻ. ഈ മഹലിൽ പോയാൽ പറയും അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ആ മഹലിൽ പോയാൽ പറയും നമുക്ക് കല്യാണത്തിൻ്റെ മുന്നേ, അതായത് അവർ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ ഈ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ചെന്നിട്ട് പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു സിറ്റുവേഷനാണ്. അതായത് ജനിച്ചു വളർന്ന നാടും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ജീവിതം
ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ മകളും വഴിയാധാരമായിരിക്കുകയാണ്. പറയുന്നുണ്ടൊന്നും തോന്നരുത്, വെറും ചെറ്റ മഹലാന്ന് തോന്നി ഇവരുടെ. പിന്നെ അവനെ ഇപ്പം പുതിയൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ലേ, അതും അല്ല. ഇതിനൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ വേണം കേട്ടോ. എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മതപരമായിട്ട് ഇവരുടെ കാര്യങ്ങൾ, ഈ മഹലിലെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. പക്ഷെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കണ്ടാൽ അതിനകത്തൊന്ന് ആഴത്തിൽ ചിന്തിക്കാത്ത ഏത് മഹലാണ് ഇവിടെ ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി, മകനല്ല മകളാണ് കേട്ടോ. ഒരു പെങ്കൊച്ച ഉള്ളത്. അതിനെ ആ സ്ത്രീക്ക് ആ ഡോക്ടറിനെ വളർത്തണ്ടേ? ഒന്നും വേണ്ട, നീ പൊക്കോടാ അലി, നീ പൊക്കോ. നീ അടുത്തേൽ പോകും, നീ ചിലപ്പോൾ 3 കെട്ടും 4 കെട്ടും 5 കെട്ടും കാണിക്കേ. പക്ഷെ അവരുടെ നിന്ന് മേടിച്ച സ്വർണവും പണവും അതൊക്കെ തിരിച്ചു കൊടുത്തൂടെ? ഇടയ്ക്കിടയ്ക്ക് കൈനീട്ടി മേടിക്കുമായിരുന്നല്ലോ. നീ നിൻ്റെ വാപ്പ, അവരെ തീരെ ഇഷ്ടമല്ല ഞാൻ വാപ്പ മേടിച്ച് നക്കയില്ലേ? തിരിച്ചു കൊടുക്ക്. ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്. 10-12 ദിവസമായിട്ട് അവർ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയല്ലേ. ഒന്നുമില്ലെങ്കിൽ നീ ഉണ്ടാക്കിയ ഒരു കൊച്ചിൻ്റെ അമ്മയല്ലേ, അത്രയും നീ ആലോചിച്ചാൽ മതി, കൂടുതലൊന്നും നീ ആലോചിക്കണ്ട. എന്താണ് ആയിഷയല്ലാതെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നത്? അതെനിക്കറിയില്ല സാർ. ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് ഇത്രയും സത്യമുണ്ടായിരിക്കെ ഇതിനകത്തുള്ള ഈ ജേണി എൻ്റെ നാട്ടിലുള്ള പലർക്കും, നമ്മൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് പലർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ട് പോകേണ്ടത് എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലോ, ഇവൻ്റെ സമൂഹമല്ലേ. അവർ അത്രയ്ക്ക് പണം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവർ സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം. അതായിരിക്കാം. അതല്ലെങ്കിൽ മഹലടക്കം ആരും എന്താ നമ്മളുടെ കൂടെ നിൽക്കാത്തെ? അപ്പോൾ എനിക്ക് ഉത്തരം തരേണ്ടത് എൻ്റെ സമൂഹമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നതല്ല, മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. എന്നിട്ടാണോടെ ഇത്ര ആക്രാന്തം? എന്നിട്ടാണോ ഈ 100 പവനൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാത്ത? ഇനി ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉടായ്പ കാണുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ തന്നെ അവർ തന്നെ ഇതൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഞെട്ടൽ. അത്യാവശ്യം നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ടീമാണ്, എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. എല്ലാം പോട്ടെ, ഇവർക്ക് ഡിവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കഥയൊന്നും ഇവരൊന്നും പറയത്തില്ലല്ലോ. സ്വർണ്ണം പണത്തിൻ്റെ ഒക്കെ കാര്യം മാറ്റി വെക്കൂ. ഡിവേഴ്സ് കൊടുക്കാതെ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇവൻ ആരെ റൈറ്റ്സ് കൊടുത്തു? അതാണ് എൻ്റെ ചോദ്യം. പിടി കിട്ടിയോ? പിന്നെ ഈ സ്ത്രീ ഇത്രയും പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയില്ലേ. അവരേത് മഹലിൽ ചെന്ന് ചോദിച്ചാലും അവിടെ നിന്നൊക്കെ കൈമലത്തി കാണിക്കുക. കാരണം ഇവന് ഡോക്ടർ അലിക്ക് നല്ല മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണല്ലോ, പലരും മിണ്ടാതിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ചിക്കിളി കൊടുത്താൽ. ഇനി അതിൻ്റെ പുറത്താണോ? എനിക്കറിയാവുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ആരും അങ്ങനെ ചിക്കിളി മേടിച്ച് ഒതുങ്ങിപ്പോകുന്ന ആൾക്കാരല്ല. പക്ഷെ അങ്ങനെയുള്ളവർ കാണുമോ? അല്ല, നിങ്ങൾ പറ, വീഡിയോ കാണുന്നവർ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും നിങ്ങൾ പറയണം. കാരണം ഈ ഒരു സ്ത്രീ അവർ നിരപരാധിയാണെങ്കിൽ, അവർ പറയുന്നതിനകത്തൊക്കെ സത്യം ഉണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണ്ടേ? ഇല്ലെങ്കിൽ അള്ളാഹു പൊറുക്കുമോ നിങ്ങളോടൊക്കെ? ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. മുസ്ലിം സുഹൃത്തുക്കളോടാണ്. നിങ്ങൾ പറയുക, ഇത്രയൊക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. നമ്മളൊക്കെ ആ വീഡിയോയിലൂടെ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാരണം നമ്മൾ ഈ മതപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഒരുപാട് അത് ശരിയല്ല. ലാസ്റ്റ് നമ്മളെ വേറെന്തെങ്കിലുമൊക്കെ ആക്കി കളയും. നിങ്ങൾക്ക് ഇടപെടാലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റും, പറയുക. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കൂടെ നിൽക്കണ്ടേ? എനിക്കറിയില്ല സാർ അതിനെങ്കിലും ഉത്തരം പറയാന്നുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിനകത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രശ്നമൊക്കെ അതിൽ കുറച്ചും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട്, കണ്ടുപിടിക്കാനൊരു ഇപ്പോൾ ജോലിയുണ്ട്, കണ്ടുപിടിക്കാൻ ഇനിയൊരു ജോലിക്ക് സാധ്യതകളുണ്ട്. ഞാൻ പലരുടെയും കഥ കേട്ടു, 4 കുട്ടികളുള്ള, ജോലിയില്ലാത്ത, സ്വർണ്ണം മുഴുവൻ ഇതുപോലെ ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ള കഷ്ടപ്പെടുന്ന കുറേ പെൺകുട്ടികളുടെ കഥ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം വിധിയല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം ജീവിതവുമല്ല. അതിനെതിരെയുള്ളൊരു ഫൈറ്റാണ് തുടങ്ങിയത്. വ്യക്തിപരമായിട്ടാണെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ സാർ ഇതിന് വേണ്ടിയിട്ട്. ആകുമ്പോഴേക്ക് ഞാൻ ഫൈറ്റ് ചെയ്യും. അതിനും കൂടിയുള്ളൊരു ഫൈറ്റാണിത്. പോലീസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല സാർ. പോലീസിൻ്റെ സഹായം എനിക്കങ്ങനെ തോന്നുന്നില്ല. പല സമയങ്ങളിലും എനിക്ക് അനുകൂലമല്ലാത്ത, പ്രതികൂലമായ രീതിയിൽ പല തവണയായി ഇപ്പോൾ ഞാൻ ചാവക്കാട് പോലീസിൽ നിന്നും പലതരത്തിലും അനുഭവങ്ങൾ എന്താ പറയുക ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സഹായം എനിക്ക് ഇല്ല. ഇനിയിപ്പോൾ മേലധികാരികൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ സാർ. എന്തൊക്കെ ചെയ്യും? വീട്ടിൽ മകളുണ്ട്, സ്വന്തമായിട്ടുള്ള ഈ വക കാര്യങ്ങൾ നോക്കണം. ഈ കോടതികളിൽ, ഫാമിലി കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട്. ഈ കേസുകൾക്കെല്ലാം പോകണം. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, പരാതികൾ കൊടുക്കണം. മുന്നോട്ടേക്ക് തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ.
കാരണം വേറെ മാർഗ്ഗമില്ല. ശക്തമായി മുന്നോട്ട് പോയിട്ടേ അവർക്ക് കാര്യമുള്ളൂ. ഒരു മോളില്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ ആരെങ്കിലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ മറുനാടൻ എക്സ്ക്ലൂസീവിലാണ് വന്നിരിക്കുന്നത്. വേറെ ഒരു ചാനലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നിങ്ങൾ തന്നെ പറ. ഈ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും അത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1, 2, 3 ഒന്ന് കെട്ടാം, 2, 3 ഒക്കെ കെട്ടുന്ന ഈ ഒരു പരിപാടി ഇന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുണ്ട് ഇവിടെ. തോന്നിയവാസമാണ്. ഇവിടുത്തെ നിയമത്തെ വരെ കാറ്റിൽ പറത്തി. പിന്നെ പൈസ കയ്യിലുണ്ടെങ്കിൽ പലരുടെയും വായും, ഇവിടുത്തെ പോലീസുകാരുടെ പോലും കണ്ടില്ലേ, അവർ കൈമലത്തുവെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. അവരുടെ ഒരു അവസ്ഥ. മേളിലോട്ട് കൊടുക്കാൻ പരാതി, അല്ലാതെ താഴത്തുള്ള പോലീസുകാർക്കൊന്നും നടക്കത്തില്ല. ചാവക്കാട് 2 പേരും ഒരേ നാട്ടുകാർ, എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം എന്നവർ നേരത്തെ പറഞ്ഞു. എന്നിട്ടും അവർക്ക് നീതിയില്ല. അവരുടെ ഒരു അവസ്ഥ. ഐഷയുടെ കുടുംബം ഒപ്പം തന്നെയുണ്ടോ? ഉണ്ട്, അവരൊപ്പം തന്നെയുണ്ട്. ഉണ്ട്. പൊതുസമൂഹത്തോട് എന്താ പറയുന്നത്? ഇതെൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിനകത്ത് 2ാം വിവാഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മേലൊന്നുമല്ല ചെയ്യുന്നത്. ഓരോ മഹലുകളും തോന്നും പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു അച്ചടക്കം വരേണ്ട സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഗ്രീവൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ഇപ്പോൾ എല്ലാ കല്യാണത്തിലെയും 2ാം വിവാഹം പുരുഷന് സാധ്യമാകുമ്പം അതിലെ പെണ്ണിനെ കേൾക്കാൻ ഒരു ഇടയില്ലാതാവുന്നത് അതൊരു അരാജകത്വമാണ്. ഞാൻ പറയുന്ന അനീതി എന്നുള്ളതിനപ്പുറത്തേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഓർഡറൊക്കെ വരണം. പൊതുസമൂഹം ഇതിൽ ഉണർന്നാലല്ലേ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുസ്ലിം രാജ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ഇസ്ലാമിക് ലോസ് ഫോളോ ചെയ്യുന്ന ആ നാടുകളിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പെണ്ണിന് പോകാൻ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ മഹലും കേൾക്കില്ല, അവരുടെ മഹലും കേൾക്കില്ല. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ നിയമ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നീതി കിട്ടാൻ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഒരുമിച്ച് നിന്നിരുന്ന ഒരു ബന്ധത്തിനകത്ത് 2 വ്യക്തികൾക്ക് 2 നീതി. അതെങ്ങനെയാണ് സാർ ശരിയാവും? അദ്ദേഹം ജീവിതമായി മുന്നോട്ട് പോയി, ഞാൻ ഇനിയും വർഷങ്ങൾ കോടതിയിൽ കിടന്നിട്ട് നരകിച്ചാലാണ് എനിക്കൊരു നീതി കിട്ടുക. സമൂഹം അറ്റ്ലീസ്റ്റ് നമുക്കിടയിൽ, നമ്മുടെ വിശ്വാസികൾക്കിടയിലും അതുപോലെ നമ്മുടെ സമൂഹത്തിനിടയിലും അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള പല പെൺകുട്ടികൾക്കും അതിലുണ്ടാകുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട്. ഇസ്ലാമിക് നിയമങ്ങളൊന്നും ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഡോക്ടർ അലിയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ഈ തോന്നിവാസം കാണിക്കുമ്പോൾ അവൻ്റെ പാരൻസ്, അവൻ്റെ വാപ്പയുണ്ടല്ലോ ഈ ഡോക്ടറെ തീരെ ഇഷ്ടമല്ലാതെ, എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവും പണമൊക്കെ മേടിച്ചിട്ട് പഠിച്ചു പോയ അയാളൊക്കെ എതിർത്തേനെ. അറ്റ്ലീസ്റ്റ് പറഞ്ഞേനെ, മോനെ അലിമോനെ നീ അവക്ക് തലാക്ക് കൊടുക്ക്, എന്നിട്ട് ഡിവേഴ്സും കൊടുത്ത് സാധനമൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത ആളെ കെട്ടാം. എന്നിട്ട് കുറച്ച് കാലം അവരുടെ കൂടെ നീ ആഘോഷിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവക്കും കൊടുക്കാം നമുക്ക് തലാക്ക്. എന്നിട്ട് 3ാമത് വീണ്ടും കെട്ടാം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞേനെ. ഡാഡി ഉള്ളവനായിരുന്നു അലിയുടെ ഡാഡി എങ്കിൽ. മനസ്സിലായോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ ഈ തെമ്മാടിത്തരം. ഓക്കെ, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഇങ്ങനെ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കില്ലായിരുന്നു. അവർ തിരിച്ച് ആ വീട്ടിലോട്ട് കയറാൻ വന്നപ്പോൾ അവിടുത്തെ കറണ്ടും വെള്ളമൊക്കെ കളഞ്ഞ് ഇറങ്ങി ഓടത്തില്ലായിരുന്നു. മനസ്സിലായോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും അവൻ്റെ ഡാഡിക്കും ഒന്നും ശരിക്കുള്ള വഴിയിലല്ല പിള്ളേരുണ്ടായിരിക്കുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലും ഞാൻ പറയുന്നില്ല, ചീഞ്ഞു പോകും. മനസ്സിലായില്ലേ? നമുക്ക് ബാക്കി കുറച്ചും കൂടെ കാണാം. ഇനി എന്താണ് ആവശ്യം? എൻ്റെ കുറേ സ്വർണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു 100 പവൻ സ്വർണ്ണമുണ്ട്, 15 ലക്ഷം രൂപയുണ്ട്. അത് തിരികെ കിട്ടണം. ഇപ്പോൾ സംസാരിച്ച് വന്ന സമയത്ത് ശരിക്കും നഷ്ടപരിഹാരം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നഷ്ടപരിഹാരം ചോദിക്കാനൊന്നും നമുക്ക് സാഹചര്യം ഇല്ലാണ്ടായിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾ തന്നെ തിരിച്ചു തരുന്നില്ല. പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം. മോൾക്കിപ്പോൾ 10 വയസ്സായി. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞാൻ ഒറ്റയ്ക്ക് ആ കുട്ടീനെ വളർത്തുന്നത്. മകളുടെ കാര്യത്തിലൊരു തീരുമാനം വരണം. മകൾക്ക് വേണ്ടിയിട്ടും അയാളൊന്നും ചെയ്യുന്നില്ല? ഇല്ല സാർ, ഒന്നും ചെയ്യുന്നില്ല. ഈ കസ്റ്റഡി സമയത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രഹസനം അല്ലാതെ എൻ്റെ മോൾക്കൊരു 50 രൂപ പോലും അദ്ദേഹം ചിലവിന് തരുന്നില്ല. ഡോക്ടർ അലി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് ജോലി ചെയ്യുന്നത്? അദ്ദേഹം ഒരു MD പാത്തോളജിസ്റ്റാണ്. മുന്നേ ജോലി ചെയ്തിരുന്നത് KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. ഒരു 6-7 മാസക്കാലമായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഒരു തവണയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്, ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. കോടതികളിലൊന്നും വരാറില്ല. സാർ അബ്യൂസസ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിൽ ഫിസിക്കലി ഉണ്ട്, ഇമോഷണലി കുറക്കാലം ഇപ്പോഴും, ഫൈനാൻഷ്യലി, സോഷ്യലി. ഇപ്പോൾ നോക്കൂ, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഞാനിപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുന്ന രീതിക്ക് എത്തുന്ന സമയത്ത് സാറിന് തന്നെ അറിയില്ല അതിൻ്റെ ഉത്തരങ്ങൾ. മടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് തളരാൻ പറ്റില്ലല്ലോ, ഒരു ദിനല്ലേ പറ്റുള്ളൂ. തളരരുത് ഡോക്ടർ. നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യാം.
മനസ്സിലായില്ലേ? വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഒന്ന് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ വാർത്ത ഒന്ന് എത്തിക്കുക. പിടികിട്ടിയോ? പിന്നെ ഇപ്പോഴും ആ സുന്ദര കില്ലാടിയായിട്ടുള്ള ഡോക്ടറെ ഈ അദ്ദേഹം ഒന്നൊന്നും വിളിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്തിനിപ്പോഴും ഈ ബഹുമാനത്തിൻ്റെ ആവശ്യമില്ല. അവൻ ചെയ്തതുപോലെ നമ്മൾ തിരിച്ചു ചെയ്യണ്ട. പക്ഷേ ഇത്രയും ബഹുമാനമൊന്നും അവനെ പോലുള്ളവന്മാർക്ക് കൊടുക്കണ്ട. അത് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. 6 വർഷം 5 വർഷമല്ല 6 വർഷമായിട്ട് അവർ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. വേർപിരിഞ്ഞാണ്. ആ പൈതലിന് ഇപ്പോൾ 10 വയസ്സുണ്ട്, മനസ്സിലായോ? ആ പൈതലിനെ 4-ാം വയസ്സിൽ ഇട്ടിട്ട് പോയവനാണ് ആ മോൻ ഡോക്ടർ അലി. അദ്ദേഹം എന്നൊന്നും വിളിക്കണ്ട. പിന്നെ അവരുടെ ആവശ്യം അവർ പറഞ്ഞല്ലോ, നിന്നെ തിരിച്ച് വേണ്ട മോനെ അലി. അവരുടെ നിന്ന് മേടിച്ച 100 പവൻ 15 ലക്ഷത്തോളം രൂപ. നാണം ഉണ്ടെങ്കിൽ ബാപ്പയൊക്കെ നക്കിയില്ലേ, അതങ്ങ് കൊടുക്ക്. ഇങ്ങനെ തന്നെ നിന്നോട് ഞാൻ ഈ വീഡിയോ മുഴുവൻ പറയുള്ളൂ. കാരണം അതൊക്കെയാണ് നീയൊക്കെ ചെയ്തത്. നാണം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, ഇട്ട് വലപ്പിക്കാതെ അവരെ ഇങ്ങനെ. നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നേ, ആരെങ്കിലും ഇപ്പൊ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം കൊണ്ടേ ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോൾ കേട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊന്ന് ഒരാൾ ഇഷ്ടപ്പെട്ടതോ? അതാണോ അപ്പോൾ നിങ്ങൾ എൻ്റെ 20 വയസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് നിങ്ങളിപ്പം ഇത്ര കാലത്തിലും എന്നെ അനുഭവിപ്പിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങളൊക്കെ തീരുമാനം എടുക്കാത്തത്? ഇനി അതുകൊണ്ട് തന്നെയാണോ ഇയാൾ വേറെ കല്യാണം വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? മതി 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 മതി. പ്രണയ വിവാഹമായിരുന്നു. അതും കൂടെ എന്താ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി. 20-ാം വയസ്സിൽ പ്രണയ വിവാഹമായിരുന്നു. പ്രണയിക്കുന്നവരൊക്കെ എല്ലാവരും സൂക്ഷിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അതെ ചിലയിടത്തൊക്കെ ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ എല്ലാവർക്കും നല്ലത്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പിന്നെ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകാം. ഒരു ഇക്കാക്ക നിന്ന് മണ്ടത്തരം വിളിച്ച് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനി നമുക്ക് കാണിക്കാം. ഡോക്ടറിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അവർക്ക് നീതി കിട്ടട്ടെ. എന്നാൽ ഇവരുടെ ഒരു നാട്ടുകാരൻ ചേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴല്ല, ലിറ്ററലി പ്രായത്തിന് ഒരുപാട് മൂത്തതായിപ്പോയി. ഇല്ലെങ്കിൽ ചെകിട്ടം നോക്കി ഒരെണ്ണം കൊടുക്കണമെന്ന് എനിക്ക് തന്നെ മനസ്സുകൊണ്ട് തോന്നിപ്പോയി. ഇതൊന്ന് കണ്ടോ നിങ്ങൾ? കല്യാണമൊന്നും ഇവരറിയണതല്ല. ഇവർ ആദ്യം മുതൽക്ക് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഈ ഇവിടെ ഫംഗ്ഷനൊക്കെ ഈ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവളവിടെ കൊണ്ടുവച്ച് അവനെ കൈവശപ്പെടുത്തി അവൻ ചെയ്തതാണ്. അല്ലാണ്ട് ഇവർ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിയമപരമായിട്ട് ഇവർ കല്യാണം കഴിച്ചില്ലേ? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയും ചെയ്തല്ലോ. ജീവിച്ചിട്ടുള്ളൊരു മോളില്ലേ? ഉണ്ടാവും. അതാവാൻ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇതിന് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം 5 വർഷം ഒന്ന് കാത്തിരുന്നാൽ പോലെ. അവനൊരു മനുഷ്യനല്ലേ, വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി നിൽക്കെല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സൈകെട്ട് പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യുക എന്തിനാ? ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. ഉണ്ട്. അതെ. നമ്മുടെ ഈ ഇന്ത്യയിലെ നിയമത്തിൽ അത് നടക്കും? ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ വകുപ്പുണ്ട്. 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അത് ഞാൻ 2 കല്യാണം കഴിച്ചു. ഒരു നാണവും ഇല്ല, മാനവും ഇല്ല. എനിക്ക് എത്ര കല്യാണം കഴിച്ച്? ഞാൻ 2 കഴിച്ച്. 4 എണ്ണം കഴിക്കാം, 5 എണ്ണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനൊക്കെ നീയൊക്കെ ചെലവരി കൊടുക്കുമോ? ഇത് ഇപ്പോൾ ഒരുത്തൻ കാണിച്ചല്ലോ, 5 വർഷം അവൻ കാത്തിരുന്നു. അതിന് ശേഷം അവന് ഭയങ്കര മുട്ടലായിരുന്നു, അതുകൊണ്ട് അവൻ വേറെ കെട്ടിയെന്ന്. ഡിവേഴ്സ് കൊടുത്തിട്ട് കെട്ടിക്കോ, അത്രേ ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രേ പറയുന്നുള്ളൂ. ഇക്കയുടെ കൊണ തീർന്നിട്ടില്ല. അടുത്തൊരു സാധനം കൂടെ ഉണ്ട്, ഇത് കൂടെ നിങ്ങൾ കേട്ടോണേ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്, ഒന്ന് എൻ്റെ ഭാര്യയുടെ വീട്ടിലുണ്ട്. രണ്ടുപേരും ഒറ്റ വീട്ടിൽ നിർത്തത്തില്ലേ?
ഒരു വീട്ടിൽ നിർത്തത്തില്ലേ രണ്ടുപേരും? ഇതിപ്പോൾ എൻ്റെ വീടല്ലല്ലോ, ഇവിടെ ഉള്ളത് എൻ്റെ വീടല്ല, അത് അവളുടെ വീടാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് കല്യാണം കഴിച്ചത്? അത് സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറൊന്നുമില്ല. രണ്ടിലും മക്കളുണ്ടോ? രണ്ടിലും മക്കളുണ്ട്. അവർ കാണാറുണ്ടോ? അവരായിട്ടൊന്നും കാണലും സംസാരിക്കലൊന്നുമില്ല. അപ്പോൾ ആളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നത്? ഞാനും എൻ്റെ വീടും എൻ്റെ അതെല്ലാം കൂടിയിട്ട് അവർക്ക് ഉപേക്ഷിച്ച് കൊടുത്തു. കല്യാണം കഴിച്ചു അതൊക്കെ രണ്ടാമത് കല്യാണം ആദ്യം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവരവിടെ സുഖമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രണ്ടാമത്തെ ആളുടെ വീടാണ് കൂടാ. ഇപ്പം എന്താ ജോലി? എന്താ? എനിക്ക് ജോലിയൊന്നുമില്ല. മക്കളാണോ ജോലി? മക്കൾ ജോലിയൊക്കെ ഉണ്ട്. എന്താ ഇക്കയുടെ പേരെന്താ? എൻ്റെ പേര് മൊയ്തുട്ടി. ജോലി ഒന്ന് കെട്ടി രണ്ട് കെട്ടി ഇതൊക്കെ തന്നെ ഒരു ജോലിയല്ലേ? രണ്ടിലും കുട്ടികൾ എന്തിയേ? കുട്ടികൾ എന്നെ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ എന്തും ആദ്യത്തെ ഭാര്യയെ പോയി, രണ്ടാമത്തെ എൻ്റെ കൂടെയുണ്ട്. ഇവനെ പോലുള്ളവന്മാരുടെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ പറ. എന്തിനാ ഇവൻ്റെയൊക്കെ അയാൾ തന്നെ പറഞ്ഞല്ലോ, സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് രണ്ട് കെട്ടിയെന്ന്. അവൻ തന്നെ പറഞ്ഞു, കള്ള ബാടുവ തന്നെ പറഞ്ഞു, സ്വഭാവ ദൂഷ്യം കൊണ്ട് രണ്ടെണ്ണം കെട്ടി, എന്നിട്ട് പിള്ളേരെ ഉണ്ടാക്കി. പിള്ളേരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവനെയൊക്കെ ആർക്കും വേണ്ട. ഇവനെയൊക്കെ മേളി കാലരൊന്നും ഇല്ല ഇവിടെ, വേണ്ട ഇവനെയൊക്കെ. അവൻ്റെ സോക്കേട് തീർക്കാൻ അവൻ രണ്ട് കെട്ടി. ആ സോക്കേടിൻ്റെ മൂർധന്യാവസ്ഥയിൽ കുറേ പിള്ളേരും ഉണ്ടായി. പിള്ളേരെവിടേക്ക്? അവർ നമ്മളെ നോക്കാറില്ല. എന്തിനോ വേണ്ടി ഒരു പാഴ്ജന്മം. ഇതുപോലെയാണ് ഡോക്ടർ അലി. പക്ഷേ നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ മോനെ അലി. ആ പാവത്തിൻ്റെ പൈസ 10-15 ലക്ഷം രൂപ, 100 പവൻ കൊടുക്ക്. നീയും ഒരെണ്ണത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ജീവിക്കട്ടെ. ആ പൈതലിനെ നോക്കി അതിനെ വളർത്തി ആ സ്ത്രീ ജീവിക്കട്ടെ. അവർക്ക് നീതി കിട്ടണം. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.